അമേരിക്ക സമ്പൂർണ്ണമായി തകർന്നടിയുകയാണോ? ഇപ്പോഴിത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പശ്ചിമേഷ്യയിലെ തീവ്രമായ സംഘർഷത്തിനിടയിൽ ഇറാനെതിരെ നീണ്ട യുദ്ധം കാരണം അമേരിക്കയുടെ ആയുധ ശേഖരം അപകടകരമായിട്ടുള്ള തലത്തിൽ കുറയുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ താഡ് പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ സ്റ്റോക്ക് ഇപ്പോൾ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ ഭീകരമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സ്ഥിതിയും ജപ്പാനും ജർമ്മനിയും പോലെയാകുമെന്ന് പ്രതിരോധ വിദഗ്ധർ നിലവിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു കാലത്ത് അവർ വൻ ശക്തികളായിരുന്നു, പക്ഷേ നീണ്ട യുദ്ധം മൂലം സൈനികമായും സാമ്പത്തികമായും പൂർണ്ണമായും അവർ തകർന്നുവെന്നാണ് പ്രതിരോധ വിദഗ്ധർ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്. ഇറാനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പ്രാരംഭഘട്ടത്തിൽ ആയിരക്കണക്കിന് നൂതന ദീർഘദൂര കൃത്യതയുള്ള മിസൈലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും US ഉപയോഗിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം US സൈനിക ആയുധ ശേഖരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ പ്രതിരോധ വിശകലന വിദഗ്ധനും വിരമിച്ച മറൈൻ കേണലുമായിട്ടുള്ള മാർക്ക് സെൻസിയസിന്റെ അഭിപ്രായത്തിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് സ്ഥിതി തുടർന്നാൽ ഇൻഡോ പസഫിക് മേഖലയിൽ US തന്ത്രപരമായ അപകട സാധ്യത ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ആയുധങ്ങൾ വളരെ വേഗത്തിൽ ഉപയോഗപ്പെടുന്നതിനാൽ സമീപ ഭാവിയിൽ അവ മാറ്റിസ്ഥാപിക്കുക അസാധ്യമാണെന്ന് തോന്നുന്നു. ഭാവിയിൽ ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ ശക്തരായ എതിരാളികൾക്കെതിരെ ഒരു വലിയ യുദ്ധം നടത്താനുള്ള US കഴിവ് ഇത് ദുർബലപ്പെടുത്തിയേക്കാമെന്നാണ് കൃത്യമായി ഇദ്ദേഹം പറയുന്നത്. താഡ് പാട്രിയോട്ട് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മാരകമായ മിസൈലുകളുടെ ശേഖരം തീർന്നു പോകുന്നതിന്റെ വക്കിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നത്. എന്തായാലും ബഡ്ജറ്റ് കുറവുകളും പെന്റഗന്റെ പ്രതിരോധവും എല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.